ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് എന്നാണ്. അപ്പോൾ ഞാൻ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ 38 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ബാഗൊക്കെ റെഡി ആയിട്ട് വെക്കണം എന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പാക്ക് ചെയ്ത് വെച്ച് കുറച്ചായി. വീഡിയോ എപ്പോഴും ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര ബോറാണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കണില്ല, മറ്റുള്ള സൗണ്ടുകൾ നല്ല രീതിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു, നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് കളഞ്ഞിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചേക്കണേന്ന് കാണാം. ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സാണ് ഇങ്ങനെ ഒരു കിറ്റ് ബാഗിൽ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബാഗിൽ ഞാൻ വെച്ചിട്ടുള്ളത് പൊന്നൂസിൻ്റെതാ ഇങ്ങനെ ഒരു സാരി കവറിൽ പൊന്നൂൻ്റെ ഡ്രസ്സുകളാണ്. ഇത് അവൾക്ക് നൈറ്റ് ടൈം യൂസ് ചെയ്യാനും ഡേ ടൈം യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്യുമ്പോൾ 5 ദിവസത്തെ വേണം എടുക്കാനായിട്ട്. നോർമലാണെങ്കിൽ 3 ദിവസം മതി, പക്ഷേ എന്നാലും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ 5 ദിവസത്തെ എടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ 5 ദിവസത്തേക്കുള്ള ഡ്രസ്സാണ് ഞാനിപ്പോൾ എല്ലാവരുടെയും പാക്ക് ചെയ്ത് വെച്ചേക്കണേ. ഒരു ബാത്ത് ടവലും വെച്ചിട്ടുണ്ട്, അവളുടെ ഫുൾ സെറ്റ് അതിലുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഇനി നോക്കണ്ട. പിന്നെ ഇനി അടുത്ത കവറിൽ ഇത് മൊത്തം എൻ്റെയാണ്. എൻ്റെ 5 ദിവസത്തേക്കുള്ള നൈറ്റിയും പിന്നെ ആ കാണുന്നത് ആ ഒരു ബാത്ത് ടവലും അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. 5 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെൻ്റെ ഒരു കവർ. അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ ആ കവർ എടുത്താൽ മതിയല്ലോ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവില്ല. ഒരു കവർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മൊത്തം എൻ്റെ ഉണ്ട്, ഇനിയിപ്പോൾ വേറെ കവർ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്പോൾ അത് എൻ്റെ കവർ. പിന്നെ ഞാൻ 2 ബെഡ്ഷീറ്റുകളാക്കി വെച്ചതാണ്. കാരണം അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ അമ്മയ്ക്ക് യൂസ് ചെയ്യാനും പൊന്നൂസും ഉണ്ടാവും, അവൾക്ക് യൂസ് ചെയ്യാൻ ഒരു ബെഡ്ഷീറ്റും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ബെഡ്ഷീറ്റ്. അങ്ങനെ 2 ബെഡ്ഷീറ്റാണ് ഞാൻ എടുത്തേക്കണേ. പിന്നെ അടുത്തത് അത് അമ്മയുടെ ഇതിൽ മൊത്തം അമ്മയുടെ ഡ്രസ്സും പിന്നെ അമ്മയുടെ ബാത്ത് ടവലുമാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു കവറ് അമ്മയുടെയാണ്. ഇതിൽ മൊത്തം അമ്മയുടെ സാധനങ്ങൾ മാത്രമാണ്. അങ്ങനെ അമ്മയുടെ ഒരു സെറ്റും ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഡ്രസ്സുകളായിട്ട് കൈ പിടിച്ചേക്കണത്. പിന്നെ ഞാൻ ഇന്നറുകളൊക്കെ ഇങ്ങനെ ഒരു പൗച്ചിലാക്കിയിട്ട് വെച്ചേക്കണേ. എത്രയും പെട്ടെന്ന് സുഖമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ ഇടയിൽ വെക്കാൻ നിന്നില്ല. ഇങ്ങനത്തെ ഒരു പൗച്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാൻ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പൗച്ചിൽ എൻ്റെ എല്ലാ ഇന്നറുകളും കൂടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയൊരു പൗച്ചിൽ ഞാൻ ചാർജറുകളാണ് ആക്കി വെച്ചേക്കണേ. എൻ്റെയും അമ്മയുടെയും ഒക്കെ വേണമെങ്കിൽ ചേട്ടൻ്റെയും ഒക്കെ കൂടിയിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി അതിൽ ഇടാണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുക കാരണം കൊണ്ട് വെച്ചിട്ടില്ല, പോണേൻ്റെ തലേ ദിവസം ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചാർജറും ഹെഡ്സെറ്റ് വേണമെങ്കിൽ ഹെഡ്സെറ്റും അങ്ങനെയൊക്കെയാണ് ഞാൻ അതിലാക്കി വെച്ചേക്കണം. പിന്നെ ഇങ്ങനൊരു ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മെയിനായിട്ട് പെട്ടെന്ന് എടുത്താൽ കിട്ടുന്ന സാധനങ്ങളാണ് ഈ ഒരു ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം പെട്ടിയിൽ ഉണ്ണിവാവയുടെ പെട്ടിയിലാക്കിയാലും ബാഗിലാക്കിയാലും എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഒരു ബാഗാണെങ്കിൽ സുഖമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ബാഗിൽ മെയിനായിട്ട് എന്തൊക്കെ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മേക്കപ്പ് കിറ്റാണിത്. ഞാൻ മോളേനെയും കൊണ്ട് പോകുക കാരണം കൊണ്ട് അവളുടെ സാധനങ്ങൾ മെയിനായിട്ട് എനിക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് കിറ്റ് പോലത്തെ ഒരെണ്ണം കൈ പിടിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു പൗഡർ മോൾക്ക് യൂസ് ചെയ്യാൻ, പിന്നെ ഒരു പാരച്യൂട്ടിൻ്റെ ചെറിയൊരു കുപ്പി വെളിച്ചെണ്ണ, പിന്നെ അതുപോലൊരു മിറർ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ക്ലിപ്പ് ക്രാബ് പോലത്തെ, പിന്നെ ഒരു ചീർപ്പ്, പിന്നെ ഒരു ക്രീം, പിന്നെ ഇതുപോലെ മുകളിൽ യൂസ് ചെയ്യണ പൊന്നൂസിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ, പിന്നെ അതുപോലെ മുകളിലത്തെ സിബിൽ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. പൊന്നൂൻ്റെ ഒരു ചീർപ്പും പിന്നെ കുറച്ച് പൊട്ടും പിന്നെ ഒരു ഐലൈനറുമാണ് അതിൽ ഞാൻ മെയിനായിട്ട് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു മേക്കപ്പ് കിറ്റ് ബാഗിൽ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ബാഗും കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു ബാഗുണ്ട്. ഈ ബാഗിൽ ഫുള്ള് ടോയ്ലറ്ററീസാണ് ആക്കി വെച്ചേക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതിൽ കുറച്ച് കംഫർട്ട്, ഒരു 5 സാഷേ കംഫർട്ടിൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും അലക്കില്ല, പക്ഷേ ബൈ ചാൻസ് യൂസ് ആയാൽ. ഇതൊരു കുപ്പി പെനോയിലാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് നല്ലതല്ലേ അതിനെ. പിന്നെ ഇതൊരു ലിക്വിഡാണ്, വാഷ് ചെയ്യണ ലിക്വിഡിൽ ഇതൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് അലമ്പിയിടാനൊക്കെയൊക്കെ നമുക്ക് ആവശ്യം വരുമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ലിക്വിഡും കൂടി ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുകയാണ്. ബ്രഷ് ഇട്ട് വെക്കാനായിട്ട് ഇതുപോലത്തെ ഇതിലാണ് ഞാൻ ബ്രഷ് ഇട്ട് വെച്ചേക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഹാൻഡിയാണ്, സുഖമായിട്ട് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് വെക്കാം. കണ്ടില്ലേ, ഓരോരുത്തരുടെ ബ്രഷും ടങ് ക്ലീനറും അതിലിട്ട് ആക്കി കഴിഞ്ഞാൽ സേഫായിട്ട് അത് അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ എനിക്കും അമ്മയ്ക്കും ചേട്ടനും പൊന്നൂസിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് 4 എണ്ണം. പിന്നെ ഒരു സോപ്പിൻ്റെ ഡപ്പിയും അതിൽ ഒരു സോപ്പും ആക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് സ്ക്രബ്ബറുകൾ ഞാൻ കുറച്ചിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗുഡ് നൈറ്റ് എടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ളൊരു സാധനമാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ പുക വരാത്ത ടൈപ്പാണ്, ഇതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ മേടിച്ചു. പിന്നെ 2 ഗ്ലൗസ് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ബൈ ചാൻസ് എന്തെങ്കിലും കഴുകണമെങ്കിലൊക്കെ ഗ്ലൗസ് ഇട്ടാൽ ഒന്നും കൂടിയും ഇത് കഴുകാലോ, സുഖമായിട്ട് കഴുകാലോ എന്ന് വിചാരിച്ച് 2 ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കോൾഗേറ്റ് പേസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ പൗഡർ ഇടാനായിട്ട് പൊന്നൂസിന് വേണ്ടിയിട്ട് ഒരു പൗഡറിൻ്റെ ഒരു ഡപ്പ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഡെറ്റോൾ ഞാൻ ചെറുത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ ബൈ ചാൻസ് യൂസ് ആയാൽ. പിന്നെ പൊന്നൂസിൻ്റെ ഒരു ഷാമ്പു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബോഡി വാഷാണ് ഞാൻ അതിൽ വെച്ചേക്കണേ. പിന്നെ എൻ്റെ ഒരു ഷാമ്പു. ഇത്രയും സാധനങ്ങളാണ് ഈ ബാഗിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് മൊത്തം ടോയ്ലറ്ററീസാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കണതാണ്. പിന്നെ ഈ ബാഗിൽ ഞാനൊരു നൈറ്റിയാണ് വെച്ചേക്കണേ. നമ്മൾ ചെന്ന് ഡ്രസ്സ് മാറാൻ പറയുള്ളൂ. അപ്പം മാറിക്കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഈ ബാഗിൽ തന്നെ ആക്കിയത്. മറ്റേ പാക്കറ്റിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തില്ല, പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഫയല്, ഹോസ്പിറ്റൽ ഫയല്. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് കിട്ടേണ്ട സാധനങ്ങൾ ഞാൻ ഈ ബാഗിലാക്കി വെച്ചു. മറ്റേ ബാഗുകളിൽ കൈയിട്ട് നോക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൽ 2 ബ്ലാങ്കറ്റുകളാണ് പിന്നെ ഞാൻ വെച്ചേക്കണേ. എനിക്കും പിന്നെ അമ്മയ്ക്കും പൊന്നൂനും വേണമെങ്കിൽ അവർക്ക് 2 പേർക്കും. അമ്മ അധികം യൂസ് ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമാണ് ബ്ലാങ്കറ്റുകളായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തത്. പിന്നെ ലാസ്റ്റ് ഇതിൽ കുറച്ച് കവറുകൾ വെച്ചിട്ടുണ്ട്. ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് കവറുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെയും വെച്ചിട്ടുണ്ട്, തുണിയുടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാഗിൽ ഞാൻ കുറച്ച് പാമ്പേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊന്നൂസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാത്രി മാത്രം അവൾക്ക് ഇടിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പാമ്പേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കുഞ്ഞൊരു പേഴ്സും. ഇത്രയും സാധനങ്ങളാണ് ഈ ബാഗിലുള്ളത്. പിന്നെ ഉണ്ണിവാവയുടെ പെട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇതിലാദ്യം തന്നെ എൻ്റെ ഒരു പാക്കറ്റാണ് ഇരിക്കുന്നത്. ഉണ്ണിവാവയുടെ പെട്ടിയാൻ വേണ്ട കാര്യമില്ല, മെയിനായിട്ട് വെച്ചിട്ടുള്ളത് എൻ്റെ ഒരു വെള്ള തുണികളാണ്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ളൊരു സാധനമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് വെള്ള തുണികൾ. ഇഷ്ടം പോലെ ഞാൻ കുറേ അധികം വെച്ചിട്ടുണ്ട്. നമുക്കത് കുറവ് വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ കുറേ അധികം വെച്ചിട്ടുണ്ട് വെള്ള തുണികൾ. നമുക്കിത് മെയിനായിട്ട് ലേബർ റൂമിലേക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അതിൻ്റെ ഒരു വള്ളി പോലെ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ അതിൻ്റെ അരിയും കൂടി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു പാക്കറ്റ് ഈ പെട്ടിയിൽ മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടിയിൽ വെച്ചത് കേട്ടോ. പിന്നെ ഈ പെട്ടിയിൽ ഇങ്ങനെ ഓരോ പാക്കറ്റുകളിലാക്കിയിട്ടാണ് ഞാൻ എല്ലാതും വെച്ചേക്കണേ. ഇതൊരു ടവലാണ്. ഇത് നമ്മൾ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ മേത്ത് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടവൽ മാറ്റി വെച്ചിട്ടുള്ളതാണ്. മേത്ത് നമ്മളിങ്ങനെ ഇട്ട് നടക്കില്ല, നൈറ്റിയുടെ മേത്ത് ഇങ്ങനെ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഇങ്ങനത്തെ കവറുകളിലാകുമ്പോൾ എടുക്കാനും സുഖമാണ്, പൊടി ആവില്ല. ഇതുപോലത്തെ ബേബി ബാസ്ക്കറ്റുകളൊക്കെ ഇങ്ങനെ ഹോളായിട്ട് വരിക കാരണം കൊണ്ട് പൊടിയാവാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പാക്കറ്റുകളിലാക്കിയിട്ടാണ് വെച്ചേക്കണത്. പിന്നെ അടുത്തത് ഒരു റിസീവിങ് ടവലാണ്. ഇത് മുകളിൽ തന്നെ ഞാൻ വെച്ചേക്കണേ. എത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഞാൻ മേളിലാക്കിയിട്ട് വെച്ചേക്കണേ. അപ്പോൾ ഇത് റിസീവിങ് ടവലാണ്. ഇത് പൊന്നൂസിൻ്റെ ടവലാണ്. ഇതൊന്നും ഞാൻ പുതിയത് മേടിച്ചിട്ടില്ല. കുറച്ച് സാധനങ്ങൾക്ക് ഞാൻ പൊന്നൂൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അവളിത് വളരെ കുറവാണ് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് പൊന്നൂസിൻ്റെ ഒരു ടവൽ ഞാൻ ഇതിൽ വെച്ചു. ഇതിൽ വെച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും, പെട്ടിയിലാണെങ്കിലും എൻ്റെ ബാഗിലാണെങ്കിലും വെച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും അലക്കി അത് ഡെറ്റോളിൽ മുക്കി ഉണക്കി അയൺ ചെയ്തിട്ടാണ് വെച്ചേക്കണേ. നമ്മളിപ്പോൾ ഒന്നും ഹോസ്പിറ്റലിലേക്ക് അലക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണല്ലോ പറയണേ. കോവിഡൊക്കെ വന്നതിന് ശേഷം അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാം അലക്കി ഉണക്കി നല്ല വൃത്തിയിൽ അയൺ ചെയ്തിട്ടാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. പിന്നെ ഈ പെട്ടിയിൽ അടുത്തത് ഞാൻ വെച്ചേക്കണ ഒരു പാമ്പേഴ്സാണ്, ഉണ്ണിവാവയ്ക്കുള്ള ഒരു പാമ്പേഴ്സ്. ഇത് അഡ്ജസ്റ്റബിളാണ്. ഇത് പാൻസ് ടൈപ്പ് ഇടണതല്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ ന്യൂ ബോൺ ബേബീസ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു കുട്ടികളായിരിക്കും. അവർക്ക് പാൻസ് ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലത് ലീക്ക് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണതായിരിക്കും ഒന്നുകൂടി കംഫർട്ടബിൾ. അപ്പോൾ അതൊരു പാക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി, ഫീഡിങ് ബോട്ടിൽ. ഇത് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു പേരിന് ചെറിയൊരു ഫീഡിങ് ബോട്ടിൽ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ബാസ്ക്കറ്റിൽ.
പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് 3 ഡ്രൈ ഷീറ്റുകളാണ്. എപ്പോഴും മൂത്രമൊഴിക്കലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ 3 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ മിക്കവാറും പാമ്പേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇനി അത് വേണ്ട, ചിലപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യാം ബാക്കിൽ. അപ്പോൾ ഇത് ലീക്ക് ആവില്ല, ബെഡുമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കെടുത്തുകയും ചെയ്യാം. അങ്ങനെ ഡ്രൈ ഷീറ്റുകൾ ഒരു പാക്കറ്റിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ വാട്ടർ വൈപ്സാണ് വെച്ചേക്കണേ. വെറ്റ് വൈപ്സിനാകുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ട്, അത് നല്ലതല്ല എന്ന് പറയണേ കേട്ടതുകൊണ്ട് ഞാനും വാട്ടർ വൈപ്സാണ് മേടിച്ചത്. അപ്പോൾ ഒരു പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ ഇങ്ങനൊരു കവറിൽ ഞാൻ മിറ്റൻസ്, ബൂട്ടീസ്, സോക്സ്, പിന്നെ ഉണ്ണിക്കിടാൻ പറ്റിയ ഒരു റോംബറാണ് വെച്ചേക്കണേ. ഇതൊക്കെ നമ്മൾ ചിലപ്പോഴേ യൂസ് ചെയ്യുള്ളൂ. ചിലപ്പോൾ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല. പക്ഷേ റോംബർ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജായി വരുമ്പോൾ ഉണ്ണീനെ ഇടിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഒറ്റ ജോഡി സോക്സ്, ചെറിയൊരു സോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുമെന്നറിയില്ല, ഇതൊക്കെ പൊന്നൂസിൻ്റെയാണ്. അവളിത് ഇന്നേ വരെ ഒരൊറ്റ വട്ടം പോലും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതൊക്കെ അലക്കി ഈ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കായിരുന്നു. ഇതൊക്കെ പൊന്നൂസിൻ്റെയാണ്. ബൂട്ടീസും മിറ്റൻസും ഒക്കെ പൊന്നൂസിൻ്റെയാണ്. അവളിത് ഇടാനൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ പുതിയത് മേടിച്ചിട്ട് വേസ്റ്റ് ചെയ്യണേക്കാളും നല്ലത് അവളുടെ തന്നെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഒരു റോംബർ സെറ്റ് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും വലുപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ, വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇത് 0 to 3 months നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഒരു റോംബർ വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടിക്കോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല, എന്നാലും പേരിനെ വെച്ചിട്ടുണ്ട്, നല്ലൊരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടിയും ഈ കവറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഒരു കവറിലാക്കിയിട്ടാണ് ഞാൻ പെട്ടിയിൽ വെച്ചേക്കണേ. പിന്നെ ഇങ്ങനൊരു കവറ്, ഇത് മൊത്തം ഉണ്ണിയുടെ വെള്ളത്തുണികളും കെട്ടുടുപ്പുകളും കുഞ്ഞി ടവലും എല്ലാം ഉണ്ട്. വിരിച്ച് കിടത്താനുള്ള വെള്ളത്തുണികളും എല്ലാം ഉണ്ട്. കാരണം ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ കോട്ടണിൽ വിരിച്ച് കിടത്തിയതായിരിക്കും ഏറ്റവും നല്ല കംഫർട്ടബിൾ ഉണ്ണിവാവകൾക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു പാക്കറ്റിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ വേറൊരു പാക്കറ്റിലായിട്ടാണ് കെട്ടുടുപ്പുകൾ വെച്ചേക്കണേ. അപ്പോൾ അത് സുഖമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊക്കെ കളറായിട്ടുള്ളതുണ്ട്, പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള കെട്ടുടുപ്പുകളും ഉണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെ കളറായിട്ടുള്ള വൈറ്റുമ്മ ഡോട്ട്സ് ആയിട്ടുള്ളത് ഇത്രയും ഉണ്ടാവുള്ളൂ. ഇതാണ് കറക്റ്റ് അളവ്. അപ്പോൾ അങ്ങനെ കുറച്ച് പല കളറായിട്ടുള്ള ഒരു 5-6 കെട്ടുടുപ്പുകൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ഒരു 5 ആ കെട്ടുടുപ്പ് വേറെ സെപ്പറേറ്റ് അതും വെച്ചിട്ടുണ്ട്. പിന്നെ മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ജബ്ലാസാണ് ഇതിൽ കുടുക്കുള്ള ടൈപ്പ്, ഹുക്കുള്ള ടൈപ്പ്, അതും പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഒരു 3-4 അതും വെച്ചിട്ടുണ്ട്. ഒരു 3 ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ആ പാക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കെട്ടുടുപ്പുകളുടെ ഇതാണ് ഞാൻ ആ പാക്കറ്റിൽ വെച്ചേക്കണേ. ഇത്രയും സാധനങ്ങളാണ് ഈ പാക്കറ്റിലുള്ളത്. പിന്നെ ഈ കവറിൽ തന്നെ വേറൊരു ചെറിയ കവറിലാക്കിയിട്ടാണ് ടവൽസ് വെച്ചേക്കണേ. ഇതെന്തിനാന്ന് വെച്ചാൽ പാല് കുടിച്ച് കഴിഞ്ഞ് ഉണ്ണിയുടെ മുഖം തുടച്ചു കൊടുക്കാനും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് തുടയ്ക്കാനൊക്കെ ആയിട്ട് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്തിൽ ഞാൻ ഒരു 5-6 ടവൽസ് ഇതുപോലത്തെ കുഞ്ഞു ടവലുകൾ ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തും കൂടിയാണ് ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊക്കെ ഞാൻ അലക്കി ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം അത് ഒരു കുഞ്ഞു കവറിലാക്കിയിട്ട് ആ പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇതുപോലത്തെ വൈറ്റ് ക്ലോത്തുകളാണ്. ഇതൊക്കെ ഞാൻ മുണ്ട് ഒക്കെ കീറി അതിന് അരു അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അരു അടിച്ചത് ഉടുപ്പിക്കാനല്ല, വിരിച്ച് കിടത്താൻ വേണ്ടിയിട്ടാണ്. അത് 2ആക്കി മടക്കിയിട്ട് അരു അടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഒരൊറ്റ തുണി മാത്രമാകുമ്പോൾ അത്രയും കനം ഉണ്ടാവില്ല. അപ്പം ഞാനത് 2ആക്കി മടക്കി എന്നിട്ടാണ് അതിൻ്റെ അരു ഞാൻ അടിച്ച് വെച്ചത്. അതാകുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും, കിടക്കുമ്പോൾ കുട്ടിക്ക് നല്ല സുഖം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഉടുപ്പിക്കാനുള്ള തുണി. ഇത് ഞാൻ അരിയൊന്നും അടിച്ചിട്ടില്ല, അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ തന്നെ വെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാതൊന്നും നിവർത്തി കാണിക്കണില്ല, ഒക്കെ ഞാൻ അയൺ ചെയ്ത് വൃത്തിയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വീതി ഇതാണ് ഉടുപ്പിക്കാനായിട്ട് ഉണ്ണിക്ക് നമ്മൾ യൂസ് ചെയ്യണ വെള്ളത്തുണി. പിന്നെ ഇങ്ങനെ ഒരു കവറിൽ ഞാൻ 2 മസ്ലിൻ സ്വാഡിൽ ക്ലോത്തുകളാണ് ആക്കി വെച്ചേക്കണേ. ഉണ്ണീനെ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒന്ന് പുതപ്പിച്ച് കൊടുക്കാനും വിരിച്ച് കിടത്താനും ഒക്കെ യൂസ് ചെയ്യാം ഞാൻ. കാരണം ഇങ്ങനത്തെ മെയിനായിട്ട് ഞാൻ മേടിച്ചത് എൻ്റെ പൊന്നൂസിനെ
ഒട്ടും ചൂട് പറ്റില്ല. അവൾക്ക് ഭയങ്കര സ്കിന്നിന് ഒരു ആച്ചൂട് പൊന്തിയ പോലെയൊക്കെ ആവും. ഇനി ഉണ്ണിക്കും അതുപോലെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ മസ്ലിൻ ക്ലോത്തിൽ ഞാൻ ഒരു 5-6 സ്വാഡിൽ ക്ലോത്തുകളാണ് മേടിച്ചത്. അതിൽ 2 മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഇപ്പോൾ അധികം ആവശ്യം വരില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇതേപോലെ 2 ഈ ഒരു പ്രിൻറ്റിലുള്ളതും ഞാൻ ആ ഒരു കവറിലാക്കിയിട്ട് ഉണ്ണിയുടെ ബാസ്ക്കറ്റിൽ തന്നെ ആക്കി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പാക്കറ്റിലാക്കിയിട്ട് ഒരു ബ്ലാങ്കറ്റാണ് ഇത് നമുക്ക് വേണമെങ്കിൽ വിരിച്ച് കിടത്താനോ അല്ലെങ്കിൽ പുതച്ച് കൊടുക്കാനോ. ഭയങ്കര ചൂടാണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിനനുസരിച്ച് ചൂട് ഇതിനുണ്ടാവും, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ 2 മേടിച്ചിട്ടുണ്ട്, പൊന്നോനെ പുതപ്പിച്ച് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ ബാഗിൽ വെക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കവറിലാക്കിയിട്ട് പെട്ടിയുടെ ഏറ്റവും ലാസ്റ്റിലാണ് ഇത് വെക്കണത്. പിന്നെ ബേബി ബെഡ്. ഇത് പൊന്നൂസിൻ്റെ തന്നെയാണ്. 1 വട്ടം 2 വട്ടം അങ്ങോട്ട് അവൾ കിടന്നിട്ടുള്ളതിൽ പിന്നെ അവൾ കിടന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ അവൾക്ക് ഭയങ്കര ചൂടാണ്, അപ്പോൾ അതിലൊന്നും കിടത്താൻ പറ്റിയിട്ടില്ല. നമ്മളിതൊന്നും പുതിയത് മേടിക്കേണ്ടി വന്നില്ല. അവളുടെ തന്നെ എടുത്തിട്ട് നല്ല രീതിക്ക് അലക്കി അത് 2-3 ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കി എന്നിട്ടാണ് ഞാൻ ആ കവറിലാക്കി വെച്ചേക്കണേ. അപ്പോൾ ഇങ്ങനൊരു ബേബി ബെഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ കാണിക്കാത്ത കുറച്ച് സാധനങ്ങൾ, ബക്കറ്റ്, കപ്പ്, ഫ്ലാസ്ക്, ഒരു തൂക്കുപാത്രം, ഇങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി കൊണ്ടുപോകുന്നുണ്ട്. തലോണ, പായൊക്കെ വേണമെങ്കിൽ അതൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ ഇതൊന്നും ഇതിൽ കാണിക്കണില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചേക്കണേ. ഇനി അഡ്മിറ്റ് ആവാനായിട്ട് ഇന്ന് തിങ്കളാഴ്ചയാണ്, ബുധനാഴ്ച ഞാൻ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.